ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇന്നലെ എവിടെ വെച്ചിട്ടാണോ നിങ്ങൾ കണ്ടു നിർത്തിയത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്താണ് ഈവനിങ്ങത്തെ നൈറ്റ് വൈബ് ചെയ്യാൻ പോകുന്ന വീഡിയോയും അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ എവിടേക്കാണ് പോയതെന്നുള്ള എൻ്റെ ഫസ്റ്റ് ഒരു ഷോർട്ട് കുറച്ച് ഭാഗങ്ങളും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് വീഡിയോ ആണ് നിങ്ങൾ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത്. ബാക്കിയൊക്കെ വഴിയെ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം വീഡിയോസ് എഡിറ്റ് ചെയ്ത് തീരാനായിട്ട് കുറച്ച് ഡിലേ വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ രാവിലെ ഒരു വൈകുന്നേരം വരെ ഫുള്ള് കറക്കായതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ ഇല്ല ഗൈസ് ഓരോ ഞാൻ എന്നറിയോ അത് ഞാൻ കൂടുതൽ വിശദീകരിക്കാനില്ല. അപ്പം എനിക്ക് ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ എന്താണ് നിങ്ങൾ പോയി കിടന്ന് അപ്പോൾ എന്താണ് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരും ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നതെന്ന്. മറ്റേ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സൗണ്ട് ഉണ്ടാക്കല്ലേ പ്ലീസ്. പക്ഷേ അവിടെ ഇവിടെ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും പൊരിഞ്ചാതി മഴയായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ മറ്റേ ഇതായിരിക്കണോ പൊരിഞ്ചാതി മഴയായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാനോ ഒന്നിനും പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ഇറങ്ങി ഈ സംഭവം, പക്ഷെ ഞങ്ങൾക്ക് ആ സ്ട്രീറ്റിലേക്കാണ് കിടക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ എന്താണ് നമ്മൾ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടുത്തെ റെയിൻകോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെ 3-4 ചെറ ഉണ്ടായിരുന്നു. അത് നമ്മുടെ കൂട്ടത്തിലുള്ളവർ വാങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലിയും ഞങ്ങൾ 2 കൂട്ടരും ഞങ്ങൾ ആ സ്ട്രീറ്റിലേക്ക് അങ്ങോട്ട് പോയില്ല. കാരണം കിടുവിനൊക്കെ ഒരു പനി വന്ന് പോയതുകൊണ്ട് അവരെയും കൊണ്ട് മഴയത്ത് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ പോയില്ല കേട്ടോ. പിന്നെ എന്താണ് അവിടെ കോടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റ് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ നമ്മൾ ആ റേറ്റിന് നമുക്ക് വാങ്ങാൻ തോന്നൂല കേട്ടോ. കാരണം അത് നമുക്ക് ഇവിടുത്തെ മറ്റേ 1 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര രൂപ ഏട്ടാ? 21 രൂപ. അങ്ങനെ ഇവിടുത്തെ 10 രൂപയാണ് പറയണത് അവര്. ഗൈസ് അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ എന്താണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ പാക്കേജ് എടുത്ത് പോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ ഇന്ന ടൈമിൽ നമ്മളെ കൊണ്ട് ഇന്ന ടൈമിൽ നമ്മളെ റൂമിലേക്ക് ആക്കും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ക്യാബ് വിളിച്ചിട്ടോ എന്താ മെട്രോയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോവാം കേട്ടോ. അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ച സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ ഞങ്ങൾ വിചാരിച്ച സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ വണ്ടി വിളിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ഇറങ്ങാണ്. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ പോവാം കേട്ടോ. എന്താ നമുക്കുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലാണ് പോകുന്നത് കേട്ടോ. നമുക്ക് വേഗം പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നൈറ്റ് വൈബ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റിയാസ് കണ്ടത് അവിടെ ഇക്കാനോട് നമ്മൾ വരാൻ പറഞ്ഞപ്പോൾ ഒക്കെ നമ്മുടെ കൂടെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ മോളെ നോക്കി അവിടെ എന്താ നോക്ക് മോളെ റാബിറ്റ്. ഏട്ടൊന്ന് മാറി കുട്ടിക്ക് റാബിറ്റ് മോളെ റാബിറ്റ്. ഇവരൊക്കെ ഞാൻ TV-യിൽ മാത്രമേ കണ്ടുള്ളൂ, അല്ല റീൽസിൽ മാത്രമേ കണ്ടുള്ളൂ. ഹായ്. അപ്പൊ ഗൈസ് നമുക്ക് പോവാം. കണ്ടാവും മോളെ റാബിറ്റിനെ. ഇവിടേക്കാണ് നമ്മൾ വന്നത്. കാരണം ഏട്ടൻ ഇവിടേക്കാണ് ഷമ കഴിക്കാൻ വരുന്നത് പറഞ്ഞു കേട്ടോ. ഇത് കഴിക്കാനാണ് ഏട്ടൻ ഓടിപ്പടച്ച് വന്നത്. പക്ഷെ എനിക്കൊരു മാംഗോ സ്റ്റിക്ക് റൈസ് കഴിക്കണം. അതേട്ടൻ വാങ്ങി തരുന്നതാണ് എനിക്ക്. ഇവിടെ ഊടുന്ന അതിനെ കണ്ടിട്ടുണ്ട്. അപ്പുറത്തുണ്ട് അതൊക്കെ. ഇവിടെ എങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോസിൽ മാത്രമേ കണ്ടുള്ളൂ, റീൽസിൽ. അവിടെ കണ്ട് ക്യാരറ്റ്സും ഓക്കെ അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇത് 2 വർഷം മുന്നേ ആഹാന വൈറലാക്കുമ്പോൾ അന്ന് ചോദിച്ചോ നമ്മളിതൊക്കെ എങ്ങനെ കഴിക്കാനാ, വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ എപ്പോഴെങ്കിലും വിചാരിച്ചു. പക്ഷെ ആ സാധനം ഞാനിപ്പോൾ ആന എവിടെ നിന്നാണോ കഴിച്ചത് അവിടെ വന്ന് കഴിക്കാൻ ഞാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം.
ഞാനിപ്പോ ഇവിടെ വണ്ടികളൊക്കെ ഭയങ്കര പക്ക കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചേരി പോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് ഇതാണ് അങ്ങനെ നമ്മളിവിടേക്ക് വന്നേങ്ങൾ ഒരു പച്ചച്ചൂടുണ്ട് കഴിച്ചോട് പച്ചമണത്തോട്. ഇത് കഴിച്ച് മറ്റേ ഫ്രൂട്ടാണ്. ഇത് പറ്റ പക്ഷേ വൃത്തിയായിട്ട് മണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാംഗോ സ്റ്റിക്കി റൈസ്. പൊന്നൂസിന്റെ ഒരു മാംഗോ സ്റ്റിക്ക് ഇത് കുറെ നേരെ തുടങ്ങിയിട്ട് 15 കേട്ടോ. എന്ത് എടുക്കല്ലേ? കഴിച്ചോ? ആഗ്രഹം കഴിച്ചോ? അല്ലേ വാ കഴിച്ചോ. ഉണക്ക് വാങ്ങിക്കോ. അത് വാങ്ങിക്കോ. കഴിക്കാതിരിക്കണം. ഇവിടെ വരെ വന്നിട്ട് ഇനിയിപ്പോൾ വാങ്ങാതെ പോകണ്ടല്ലോ. ഇവിടെ കുറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ? ഇത് പിടിച്ചു കുട്ടി പിടിച്ചാ. ഓക്കെ നമ്മൾ 50 രൂപ കൊടുത്തു. അവർ ബാക്കി നമുക്ക് 35 രൂപ തന്നു. ഓക്കെ പോവാ. അപ്പോൾ അതാ കഴിച്ച് ഞാൻ മാംഗോ സ്റ്റിക്ക് റൈസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് റൂമിൽ പോയിട്ട് കഴിക്കുക. ഞങ്ങൾ ഫുഡും കഴിച്ചിട്ടില്ല. ഞങ്ങൾ മറ്റേ ഷവർമ പറഞ്ഞില്ലേ ഞാൻ, അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതും കൂടി വാങ്ങി. പക്ഷെ അത് കഴിക്കാൻ പറ്റില്ല. ക്യൂ നിൽക്കണം, കുറേ ടൈം എടുക്കും. അപ്പോൾ അതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വണ്ടി കാത്തിക്കണം. ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തിട്ടപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. റിയാസിലോട്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ടിരിക്കുന്നുണ്ട്, ചുടുതോടെ ഉണ്ട്. ഞങ്ങൾ കുട വാങ്ങണില്ല വെച്ചാൽ ഞങ്ങൾ അവസാനം കുട വാങ്ങി കേട്ടോ. കാരണം കറക്റ്റ് ഞാൻ വാങ്ങണില്ല ചോദിച്ചില്ല. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതാ. ഇവിടെ ഓരോ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട് കണ്ടോ. അത് നമ്മൾ നോക്കുക വേണ്ട. അവിടെ സ്ട്രീറ്റ് മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താന്ന് പോലും അറിയാത്തില്ലേ ഞങ്ങൾ. ഞണ്ട്, ക്രാബ്. കറക്റ്റ് ഞങ്ങള് പിന്നെ മറ്റേ ഇങ്ങോട്ട് സ്ട്രീറ്റിലേക്ക് വന്നപ്പോൾ കറക്റ്റ് മഴ പെയ്തു. അപ്പോൾ പിന്നെ കുട വാങ്ങാതെ തരണം നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുട വാങ്ങി. അപ്പോൾ നമുക്ക് നേരെ റൂമിൽ പോകും. റൂമോട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോയിട്ട് നമുക്ക് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാം ഗൈസ്. ഇത് മറ്റേ മറ്റേ മാംഗോ സ്റ്റിക്കി റൈസ് ആണ്. സാധാരണ ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം കഴിക്കുന്നത്. ഇതൊരു കോക്കനട്ട് എന്തൊരു മിൽക്കാണിത്. മാങ്ങ വീട്ടിൽ നിന്ന് വെച്ചാൽ ഇവിടെ കഴിക്കണോ? എന്നിട്ട് ഫുള്ള് കഴിക്കണ്ടേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ആ ഓക്കെ. എന്നിട്ട് പറയാം. അന്തത് അരിയോ ചോറുള്ളേ? ഇവിടെ ഇപ്പൊ കടപ്പുറത്ത് ബെരട ഇരിക്കണ പോലെ തോന്നി. നിക്ക് കിടും. ഒരു മിനിറ്റ് ഇപ്പൊ തരാം. കഴിച്ചോ? ചാച്ചനോട് കഴിച്ചോ? സുന്ദരി കഴിച്ചോ? കേക്ക് നോട്ടെ. ഓളപ്പയ്ക്ക് പൊന്നൂസ് കാണിക്കണ പോലെ തന്നെ കാണിക്കണേ. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പം നിങ്ങൾ രാത്രിത്തെ വീഡിയോസ് കണ്ടല്ല. ഇന്ന് നമ്മൾ ലൈറ്റ് മറ്റേ ഫുഡ് സ്ട്രീറ്റിൽ കൂടെ നടന്നിട്ട് നമ്മൾ എൻ്റെ മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ ഞാൻ കഴിച്ച വീഡിയോ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ KL ടവറിലേക്ക് പോയ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അവിടെ വെച്ചിട്ട് ഞാൻ നിർത്തിയിട്ടില്ല. ഞങ്ങൾക്ക് അന്ന് ദിവസം ഞങ്ങൾ ഈവനിങ് വരെ രാത്രി വരെ ഞങ്ങൾ കറങ്ങേണ്ടിയായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എന്താണ് ആ ഒരു കുറച്ച് വീഡിയോ ആ ഭാഗം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി അവിടെ നിന്ന് കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് നാളത്തെ വീഡിയോസിൽ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ പോകുന്നത് KL ടവറിലേക്കാണ് കേട്ടോ. ഓ ഭയങ്കര വെയിലുണ്ട് കേട്ടോ. ഭയങ്കര വെയിലാണ്.
ഏട്ടൻ ഇവിടെ ഉണ്ട്. നമ്മുടെ കൂടെയുള്ള ഗ്രൂപ്പാണ് കേട്ടോ. അതാ അവരവിടെ ഉണ്ട്. കുറച്ച് ആൾക്കാർ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് KL ടവർ. ഇത് കാണാനാണ് നമ്മളിപ്പോൾ വന്നത് കേട്ടോ. ഇതാ ഏട്ടൻ ഇവിടെ ഉണ്ട്, പിന്നെ കീട അവിടെ ഉണ്ട്, ഇതാ അമ്മ ഇവിടെ ഉണ്ട്, എന്നെ കാണിച്ചു ഇവമോളിവിടെ ഉണ്ട്. ഇവമോളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ലേ കണ്ടോ. ആരും നമ്മുടെ കൂടെയുള്ള ഗ്രൂപ്പാണ് കേട്ടോ. ഒരു ഹായ് പറയൂ. ഇവിടെ മാളത്താത്ത ഇവിടെ. ആ മാളത്താത്ത ഇല്ല എത്ര ആകെ മാളത്താത്തന്റെ പേരാണ്ടോ നമുക്ക് ആകെ ഓർമ്മയുള്ളത്. അല്ല ഏട്ടല്ലേ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ ലിസ്റ്റ് വായിക്കില്ല, പേര് വായിക്കില്ല. അപ്പൊ ഇങ്ങനെ ഇത് ഫുള്ള് മുസ്ലിം താത്താരാണല്ലോ, നമ്മുടെ പുലാക്കാർക്ക് പോകുന്നില്ലേ? ഇത് എന്താ നമ്മുടെ കൂടെയുള്ള കുറച്ച് പേര് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സെക്യൂരിറ്റി ചെക്ക് കണ്ടോ. അപ്പൊ ഇതാ നമ്മൾ KL ടവറിന്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. നമ്മുടെ KL ടവറിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത് കേട്ടോ. ഇവിടെ ഉണ്ടോ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഏരിയ. അപ്പോൾ നമുക്ക് അതിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ക്യൂ ആണത്. ഇങ്ങനെ വെയിലാണ് കേട്ടോ. പിള്ളേർ അതിനാണ് ബഹളം വെക്കുന്നത്. വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഭാഗത്തോട്ട് നിർത്തിയാലേ നമ്മള് അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തത് നമ്മളാണ് ഫോട്ടോ എടുക്കാൻ കയറാൻ പോണത്. കണ്ണട വെച്ചെടുക്ക്. ഇവിടെ കണ്ണട കൊണ്ടുവരാത്ത വിഷമത്തിലേ അതിന് സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന്. ഇവിടെ ഏട്ടവർക്ക് ഫോട്ടോ എടുത്തോണ്ട് കേട്ടോ. ഇതാ ഗുരുവായൂർന്നാണ് കേട്ടോ ഏട്ടന് ചേച്ചിയും പിള്ളേരും വന്നിട്ടുള്ളത്. എല്ലാവരും അവിടെ ഓരോ ഫോട്ടോ സെക്ഷനിലാണ്. അങ്ങോട്ടേക്കിൻ്റെ പിള്ളേർ ഇട്ടിരിക്കുന്നത്. ഇവർക്ക് വെയിൽ കാരണം അവർക്ക് അതിൻ്റെ വാശിയാണ്. ഇവിടുത്തെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ നേരെ താഴത്തേക്ക് പോവാണ്. ഇനി നമ്മൾ എവിടേക്കാ പോണേ അറിയില്ല. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ് കേട്ടോ. അതാ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നാണ്. നോക്ക് ആദ്യം മാളത്താത്ത നോക്കട്ടെ. ഇതന്നെയല്ലേ മാളത്താത്ത? കാണണ്ട കേട്ടോ, കാണണ്ട. ഇനി സുന്ദിക്കുന്ന സുന്ദി നോക്ക്. സുന്ദിക്കൊന്നും കാണാണ്ടോ? സുന്ദിക്കൊന്നും കാണാം. സുന്ദി കണ്ണടച്ചിക്കണം. പിന്നെ കാണുക അവർക്ക് കണ്ണടച്ചിട്ടല്ലേ കാണണം. നമ്മളിവിടെ നിന്ന് ഒരു കോൾഡ് ഓഫ് ചെയ്യുന്നുണ്ട് ഏട്ടൻ. എന്താ പിന്നെ ഫാൻ്റെ വാങ്ങിയിട്ടുണ്ട്. പിള്ളേർ ചൂട് കാരണം അവർ ഭയങ്കര അലമ്പാണ് കേട്ടോ. അതാണ് മെയിൻ പ്രശ്നം. പക്ഷെ ഇവിടെ കുറച്ച് AC ഉണ്ട്. എല്ലാവരും പോയോ നമ്മുടെ കൂടെ ഒരു നമുക്ക് ഇറങ്ങുന്ന. ഇത് ട്രിപ്പിലില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ ഞങ്ങളിത് കണ്ടു. ഇനി എൻ്റെ തമ്പലയിൽ ഇതാണ് ട്രിപ്പ് വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ട്രിപ്പ് വന്നിട്ട് പെട്ടുവന്ന് എല്ലാവരും ഇങ്ങനെ സ്കെയറി ആയിട്ട് നിൽക്കട്ടോ. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ലിഫ്റ്റിൽ കുടുങ്ങിയത് നല്ലൊരു കുടുങ്ങൽ കുടുങ്ങി ഞങ്ങൾ. പിന്നെ ഞങ്ങൾ മാത്രമല്ല ഇവരുണ്ടായിരുന്നു കുടുങ്ങാൻ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾ പേടിച്ച് വരയ്ക്കണം കേട്ടോ. പക്ഷെ അവരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കുടുങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ആകെ ടെൻഷനായി പോയി കേട്ടോ. എങ്ങനെ തിരിഞ്ഞാലും ഞങ്ങളൊരു അണ്ടർഗ്രൗണ്ട് ഏരിയ പോലത്തെ ഒരു സ്ഥലത്തേക്ക് പോയി എത്തുക. ഞങ്ങളാകെ പേടിച്ച് വരുന്ന പക്ഷെ ഞങ്ങൾ ഇല്ലാണ്ടായി പോയി ഗൈസ്. പക്ഷെ ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങൾ വന്നു.
അപ്പൊ നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് കാൽ ടവറിൽ നമ്മൾ ഇറങ്ങി. പോവാണ്. ഞാനും വാ വേഗം ഞാനും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അടിപൊളി മലേഷ്യയിലത്തെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ ബൈ.